ഹായ് ഫ്രണ്ട്സ്, അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മേഘയുടെ അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ വീട്ടിൽ വന്ന് മനോഹരനും അതായത് ഗുണ്ടകളും കൂടി പരതുകയാണ്. രാംകുമാർ അഡ്വക്കേറ്റിനെ കാണാനില്ല. അവരെല്ലാവരും കൂടി അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് സോഫയിൽ ഒരാൾ ഇരുന്നതായിട്ട് കാണുന്നു. അവരുടെ തല മാത്രമേ കാണുന്നുള്ളൂ. എന്നിട്ട് മനോഹരൻ പുറത്ത് നിന്ന് പറയാണ്, അയാളുടെ തലയുടെ ബാക്ക് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ക്ലിയറായിട്ട് ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. അപ്പം മനോഹരൻ എല്ലാവരെയും വിളിക്കുകയാണ്, എടാ ഇങ്ങോട്ട് വാടാ, എല്ലാവരും ഇങ്ങോട്ട് വാടാ. എല്ലാവരും അവിടേക്ക് വന്നു. അപ്പം മനോഹരൻ പറയാണ്, എടാ രാംകുമാറെ, നീ കോടതിയിൽ മാപ്പുസാക്ഷിയാകാൻ പോകുന്നു. മേഘ ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയാണ് സ്വത്തുക്കൾ സ്വന്തമാക്കിയതെന്ന് നീ മൊഴി കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു. നോക്ക്, ഇനി മേലിൽ നീ സംസാരിക്കാനേ പാടില്ലെന്നാ മേഘ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ നാവ് മുറിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ പറയാണ് ചേർന്നിട്ട്, ആ ആ കണ്ടോ നീ പെട്ടടാ എന്ന് പറയാണ് മറ്റുള്ളവരൊക്കെ. ഇതേ നോക്ക്, നീ തന്നെ വന്ന് മേഘയുടെ കാലിൽ വീണാൽ ഞാൻ മാപ്പ് സാക്ഷിയാകില്ലെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ നിന്നോടവൾ ക്ഷമിക്കും. അല്ലെങ്കിൽ നീ പറയാൻ പോകുന്ന നാവ് മുറിക്കേണ്ടി വരും. അത്രയും പറഞ്ഞപ്പോഴേക്കും അയാളുടെ ചെയർ തനിയെ തിരിഞ്ഞു. അപ്പോഴാണ് മനോഹരൻ ഞെട്ടിയത്. അതിലുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് രാംകുമാർ ആയിരുന്നില്ല, സിദ്ധാർത്ഥായിരുന്നു. സിദ്ധു ഒരു കള്ളച്ചിരി ചിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, സിദ്ധു നീ എന്താ ഇവിടെ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, എടാ നീ എന്തായാലും ഇവിടെ എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് മുമ്പേ ഞാനിവിടെ എത്തിയത്. ആ പിന്നെ ഈ രാംകുമാറിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം അയാൾ എൻ്റെ കൺട്രോളിലാണ്. നാളെ അയാൾ നേരെ കോടതിയിലേക്ക് പോയിട്ട് മേഘയ്ക്കെതിരായിട്ട് മൊഴി കൊടുക്കും. അയാൾ മാപ്പ് സാക്ഷിയായെന്ന് വെച്ചോ, മേഘ അഴിയണം എന്നുള്ളത് 100% ഉറപ്പാണ്. എടാ പോടാ, എന്നിട്ട് മേഘയോട് പോയി പറയും അവളുടെ അഡ്വക്കേറ്റ് അവൾക്കെതിരായി കോർട്ടിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മൊഴി കൊടുക്കാൻ പോകുന്നു. മനോഹരൻ ദേഷ്യത്തോടെ പറയാണ്, സിദ്ധാർത്ഥ്, മേഘയുടെ പവർ എന്താണെന്നറിയാതെയാണ് നീ ഓരോന്ന് ചെയ്യുന്നത്. ഇത് നിൻ്റെ നല്ലതിനല്ല. എടാ പോടാ, കൂടുതൽ ആളാവണ്ട, നീ പോവാൻ നോക്ക്. സിദ്ധു മനോഹരനോട് പറയാം, ചെല്ല്. മനോഹരൻ ദേഷ്യം വരികയാണ്. മനോഹർ പറയാണ്, എടാ വാടാ. ശേഷം മേഘ വീട്ടിൽ നിന്നും അസ്വസ്ഥതയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത് കണ്ട മുത്തശ്ശി പറയാണ്, മേഘ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? നീ പേടിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. അല്ല മുത്തശ്ശി, മഹേന്ദ്രൻ അച്ഛനെക്കുറിച്ച് മുത്തശ്ശിക്ക് അറിയില്ല. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്ത് കാണിക്കാതെ വിടില്ല. നാളെ എങ്ങാനും നമ്മുടെ ലോയർ കോർട്ടിൽ വന്ന് മാപ്പുസാക്ഷിയായിട്ട് മാറിയാൽ നമ്മുടെ പ്ലാനുകളൊക്കെ മാറും. സ്വത്ത് നമ്മുടെ കയ്യിൽ നിന്നും പോകും എന്ന് മാത്രമല്ല, ഞാനും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് ആലോചിക്കുമ്പോഴാണ് മുത്തശ്ശി എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ പറഞ്ഞതുപോലെ നമ്മുടെ മനോഹരനിപ്പോൾ അവനെ ആ വക്കീലിനെ വരുതിയിലാക്കിയിട്ട് വരുന്നുണ്ടാവും. ആ വക്കീൽ കോർട്ടിലേക്ക് വന്നാലല്ലേ സാക്ഷി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും മനോഹരൻ എത്തി. മനോഹര, അപ്പോൾ മേഘയും, അമ്മാവാ അഡ്വക്കേറ്റിനെ എന്ത് ചെയ്തു? അതെന്തിനാ മേഘ ചോദിക്കുന്നേ? അവനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, എന്താ അമ്മാവായി പറയുന്നേ? സിദ്ധാർത്ഥ്, ഞാനവിടെ എത്തുമെന്ന് നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനവിടെ എത്തുന്നതിന് മുമ്പേ സിദ്ധാർത്ഥ് ആ വക്കീലിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അത് കേട്ട് രണ്ടുപേരും വാ പൊളിച്ചുപോയി. മുത്തശ്ശിയും മേഘയും ഒരേപോലെ പറയാണ്, ആ. മുത്തശ്ശി എന്നിട്ട് മനോഹരനോട് ചോദിക്കുകയാണ്, എടാ നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? നാളെ ആ വക്കീൽ കോർട്ടിലേക്ക് വന്നാൽ എല്ലാ സത്യവും പുറത്താവും. മുത്തശ്ശി പറയാണ്, അയ്യോ അയ്യോ. അപ്പോൾ മേഘ, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു മുത്തശ്ശി. അതേ മോളെ, ഇത്രയും കാലം നമ്മളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആവുന്നൊരു പേടി. ഈ സ്വത്തൊക്കെ ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് എന്നെ പിടിക്കും എന്നാണ് തോന്നുന്നത്. മേഘ, നിന്നെ മാത്രമല്ല, നിനക്ക് പുറകെ ഈ ചേച്ചിയെയും എന്നെയും എല്ലാം പിടിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേഘ, നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? എന്ത് ചെയ്യാനാണ് പോകുന്നതെന്നറിയാതെ മനോഹരം മുത്തശ്ശിയും മേഘയെ തന്നെ നോക്കുകയാണ്. മേഘയ്ക്കും എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയും ഇല്ല. പിറ്റേന്ന് രാവിലെ തന്നെ മനോഹരനും മേഘയും കോർട്ടിൽ എത്തി. മേഘ, ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി നീ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയെന്ന
അഡ്വക്കേറ്റ് രാംകുമാർ കോർട്ടിൽ അങ്ങനെ മൊഴി കൊടുത്തു എന്ന് വെച്ചോ, പിന്നെ നമ്മൾ എന്തു ചെയ്യും? മേഘ ഒന്നും അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും മനോഹരൻ പറയാണ്, മേഘ, അങ്ങനെ രാംകുമാർ മൊഴി കൊടുക്കുകയാണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉടനെ ഉത്തരവിടും. മേഘ, അതിന് മുമ്പായി നിനക്കൊരു മുൻകൂർ ജാമ്യം വാങ്ങിയാലോ? അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ലക്ഷ്മിയുടെയും മഹേന്ദ്രൻ സാറിൻ്റെയും വണ്ടി വന്ന് അവരുടെ മുന്നിൽ നിർത്തിയത്. ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും ചന്ദ്രികയും അതിൽ നിന്നും ഇറങ്ങി. മഹേന്ദ്രൻ സാറ് നേരെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് മേഘയുടെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്, എന്താ മേഘ, ഭയങ്കര ടെൻഷനിലാണല്ലോ. അഡ്വക്കേറ്റ് നിനക്കെതിരായി മൊഴി പറയും എന്നുള്ള പേടിയാണോ? സത്യം ഒരുപാട് നാൾ മൂടിവെക്കാൻ എന്തായാലും കഴിയില്ല. എല്ലാം സാക്ഷാൽ ഭഗവാൻ കാണുന്നുണ്ട്. മോശം ആളുകൾക്ക് ദൈവം വാരിക്കോരി കൊടുക്കും, പക്ഷേ കൈവിട്ട് കളയും. എന്നാൽ നല്ലവർക്ക് ഒരുപാട് വിഷമങ്ങൾ കൊടുക്കും, ഒരിക്കലും അവരെ കൈവിടില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ജയിലിൽ പോയി നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണം. അത് കഴിഞ്ഞ് ലക്ഷ്മി പറയാണ്, നിന്നെ ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചു. നീ എൻ്റെ വയറ്റിൽ ജനിച്ചതല്ല എന്നറിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനേക്കാൾ ഞാൻ നിന്നോട് സ്നേഹം കാണിച്ചു. നീ മരിക്കാൻ പോകുന്ന നാടകം ഞാൻ വിശ്വസിച്ച് അച്ഛനറിയാതെ നിനക്കുള്ള ഭാഗം നിനക്ക് തന്നെ എഴുതിത്തരാം എന്ന് വിചാരിച്ചു. എന്നാൽ നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. എൻ്റെ വേദന നിന്നെ വെറുതെ വിടില്ല. ലക്ഷ്മി അതും പറഞ്ഞ് കരയാണ്. അപ്പോഴാണ് ചന്ദ്രിക വന്ന് ലക്ഷ്മിയെ താങ്ങിപ്പിടിക്കുന്നത്. അത്രയും പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് പോയി. ഏട്ടാ, മേഘയുടെ അഡ്വക്കേറ്റ് രാംകുമാറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സിദ്ധു ഇതുവരെ എത്തിയില്ലല്ലോ. പരിഭ്രമിക്കണ്ട, ഇപ്പോൾ വരും. ടെൻഷനാവാതെ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. കേട്ട് മഹേന്ദ്ര സാർ പറയാണ്, ദേ എത്തി സിദ്ധു. മേഘയുടെ അഡ്വക്കേറ്റ് രാംപ്രകാശും സിദ്ധുവും അതിൽ നിന്നും ഇറങ്ങി. അപ്പോഴാണ് ലക്ഷ്മിക്ക് ആശ്വാസമായത്. സിദ്ധു വിളിക്കാണ്, വരൂ സാർ. 2 പേരും ഉണ്ടായിരുന്നു, 2 വക്കീലും. മഹേന്ദ്ര സാർ സിദ്ധുവിനെ കണ്ടപ്പോൾ പറയാണ്, സിദ്ധു, നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കര പരിഭ്രമിച്ചു. മഹീന്ദ്ര, ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാംകുമാർ കോടതിയിൽ മാപ്പുസാക്ഷിയാവും. ആയാലും ജഡ്ജി ഇന്ന് കോർട്ടിൽ മേഘയെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി പറയൂ. നിന്റെ സ്വത്ത് നിനക്ക് തിരികെ കിട്ടും. ഡോണ്ട് വറി. ഇല്ല മേഘ, രാംകുമാറിനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടാ. കൃത്യം കോടതി സമയമാകുമ്പോൾ കൊണ്ടുവരുന്നത് കണ്ടോ? രാംകുമാറിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അവൻ്റെ കഥ തീർത്തേനെ. സിദ്ധാർത്ഥ് പറ്റിച്ചു. മേഘ, രാംകുമാർ നിനക്ക് എതിരെ സാക്ഷി പറഞ്ഞാൽ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാ. അപ്പം മേഘ പറയാണ്, ഒന്ന് വെറുതെ ഇരിക്കുക അമ്മാവാ. ഇപ്പോൾ ഉള്ള പ്രശ്നം കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അതിനിടയിൽ ഇനി അമ്മാവൻ പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ലക്ഷ്മി പറയാണ്, എനിക്ക് ഇപ്പോഴായിട്ടാ മനസ്സമാധാനം ആയത്. അവൾ നമ്മളെ എല്ലാവരെയും പെടാപ്പാട് പെടുത്തി. ഇതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ. അഡ്വക്കേറ്റ് വിളിക്കുകയാണ്, ശരി വരൂ, അകത്തേക്ക് പോകാം. ചന്ദ്രികയെ, വാ അമ്മേ. അമ്മവാ, നമ്മുടെ അഡ്വക്കേറ്റ് വന്നു. മേഘ, ഇനിയിപ്പോൾ അഡ്വക്കേറ്റ് വന്നതുകൊണ്ട് കാര്യമുണ്ടോ? പ്രധാനപ്പെട്ട സാക്ഷി അവരുടെ കയ്യിലല്ലേ. ശരി ശരി, ഞാനൊന്നും പറയുന്നില്ലേ. മേഘയുടെ അഡ്വക്കേറ്റ് വന്നിട്ട് പറയാണ്, മേഘ, ഹായ് സാർ. സാർ, നമ്മൾ ഈ കേസിൽ ജയിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അഡ്വക്കേറ്റ് പറയാണ്, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല മേഘ. നിങ്ങളുടെ അഡ്വക്കേറ്റ് മാപ്പുസാക്ഷിയായി മാറിയത് നമുക്ക് വലിയൊരു അടിയായി. എന്നാലും രാംകുമാർ മൊഴി കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടുമോ നോക്കാം. വരൂ പോകാം. ശരി പോകാം. അങ്ങനെ മേഘയും മേഘയുടെ അഡ്വക്കേറ്റും മനോഹരനും കോർട്ടിൽ അകത്ത് കയറി ഇരിക്കുകയാണ്. ഓക്കെ, മനോഹരൻ പറയാണ്, ശരി വിഷമിക്കണ്ട, എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. മഹേന്ദ്ര സാറും ലക്ഷ്മിയോട് പറയാണ്, ധൈര്യമായിരിക്കെ. അതിൻ്റെ കൂടെ ചന്ദ്രികയും, അമ്മേ ധൈര്യമായിരിക്കെ. അങ്ങനെ എല്ലാവരും കോർട്ടിനകത്ത് കയറി ഇരുന്നപ്പോഴാണ് ജഡ്ജി വരുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. എല്ലാവരും അകത്ത് കയറി ഇരുന്നോളൂ. കേസ് നമ്പർ 308. സാർ, അഡ്വക്കേറ്റ് പറയാണ്, ലക്ഷ്മിയെ വിളിക്കൂ. ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി. മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറയാണ്, ചെല്ല്. അതേപോലെ തന്നെ ചന്ദ്രികയും, അമ്മേ ചെല്ല്, ധൈര്യമായി ചെല്ല്. ശരി ഏട്ടാ. അങ്ങനെ ലക്ഷ്മി പോയി കൂട്ടിൽ കയറി നിൽക്കുകയാണ്. ലക്ഷ്മി ജഡ്ജിയോട് പറയാണ്, നമസ്കാരം സാർ. വാദം തുടങ്ങാം. ഓണർ, മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണർ മിസ്റ്റർ മഹീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സ്വത്ത് മറ്റ് ഉള്ള കമ്പനികൾ എല്ലാം തന്നെ ശ്രീമതി ലക്ഷ്മി മഹീന്ദ്രനെ
ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പറ്റിച്ച് സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങിയിരിക്കുകയാണ് മിസ്സിസ് മേഘ. അതേസമയം മനോഹരനും മേഘയും പേടിയോടെ ഇരിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. മഹേന്ദ്രൻ്റെ അഡ്വക്കേറ്റ് ശ്രീ ഗണേഷ് നടന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പറയാണ്. ശ്രീമതി ലക്ഷ്മി മഹേന്ദ്രൻ സ്വന്തം ഇഷ്ടത്തോടെയും പറഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെയാണ് എൻ്റെ പേരുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ കക്ഷിയായ മേഘയുടെ മേൽ എഴുതി വെച്ചത്. ശ്രീമതി ലക്ഷ്മി സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ ചെന്ന് സബ് രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് തൻ്റെ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തു കൊടുത്ത ഡോക്യുമെൻ്റൊക്കെ ഈ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നു. മേഘയുടെ അഡ്വക്കേറ്റ് നീതിപീഠനത്തിന് മുമ്പിൽ നിരത്തിയ ഡോക്യുമെൻ്റ് എല്ലാം സത്യമാണ്. എന്നാൽ എൻ്റെ കക്ഷി ഏത് സാഹചര്യത്തിലാണെന്നറിയാതെ ലക്ഷ്മി മഹേന്ദ്രൻ അവരുടെ സ്വത്തുക്കൾ മേഘയുടെ പേരിൽ എഴുതി വെച്ചത് എന്ന് കോർട്ട് പ്രത്യേകം കണക്കിലെടുക്കണം. സംഭവം നടന്ന അന്ന് എന്താണ് നടന്നത് എന്ന് വ്യക്തമായി പറയാൻ ഈ കോർട്ടിൽ എന്നെ, അതായത് എൻ്റെ കക്ഷി ലക്ഷ്മി മഹേന്ദ്രൻ എന്നയാളെ ഈ കോർട്ടിൽ കാര്യം പറയാൻ എൻ്റെ കക്ഷിയെ അനുവദിക്കണം. ജഡ്ജി പറയാണ്, പെർമിഷൻ ഗ്രാൻറ്റഡ്. താങ്ക് യു സാർ. സത്യത്തിൽ എന്താ നടന്നതെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയാമോ? പറയാം സാർ. തന്നെ ലക്ഷ്മി പറയാണ്, മേഘയാണ് ഞങ്ങളുടെ മകൾ എന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നീടാണ് അവൾ ഞങ്ങളുടെ മകളല്ല എന്നുള്ള കാര്യം തെളിവുകളോടെ ഞങ്ങൾ മനസ്സിലാക്കിയത്. എങ്കിലും ഞങ്ങൾ മേഘയെ സ്വന്തം മകളെപ്പോലെയാണ് കണ്ടത്. അവളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ഈ സത്യം അവളോട് പറയാതെ ഞങ്ങൾ ഒരുപാട് നാൾ മറച്ചു വെച്ചു. എന്നാൽ ഒരു സമയത്ത് മേഘയോട് സത്യാവസ്ഥ എന്താണെന്ന് പറയേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും മേഘയോട് സമാധാനമായി സത്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് മേഘയ്ക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. എനിക്ക് വീട്ടിൽ എന്തവകാശമുള്ളത്, എൻ്റെ പേരിൽ ഒരു സ്വത്തും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിൽ നിന്നും അവൾ അകലാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് സ്വത്തെല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്ക്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ അവൾ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ വേറെ വഴിയില്ലാതെ മേഘയുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ മേഘയ്ക്ക് കൊടുക്കേണ്ട ഭാഗം മാത്രമേ അവൾക്ക് കൊടുക്കൂ എന്ന് ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞതാ. പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ സ്വത്തുക്കൾ എല്ലാം അവളുടെ പേരിൽ ആക്കുന്ന രീതിയിൽ അവളുടെ അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ സഹായത്തോടെ ഒരു ഫോർജറി ഡോക്യുമെൻ്റ് ശരിയാക്കി. ഞാൻ പിന്നെ മാനസികമായി ഒരുപാട് തകർന്നു. എന്നിട്ടും മേഘയോടുള്ള വിശ്വാസം കൊണ്ട് ആ ഡോക്യുമെൻ്റ് ശരിയായി വായിച്ചു നോക്കാതെ ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തു. സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിൽ ആയ ശേഷമാണ് അവളുടെ ശരിയായ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കളും തട്ടിയെടുത്തത് ഞങ്ങളിൽ നിന്നും പോരാഞ്ഞിട്ട് പിന്നീട് ആ വീട്ടിൽ നിന്നും ഞങ്ങളെ അവൾ അടിച്ചു പുറത്താക്കി. ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ലക്ഷ്മി കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, അതായത് ലക്ഷ്മിയുടെ അഡ്വക്കേറ്റ് പറയാണ്, മേഘയുടെ അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ മൊഴി ഈ കോടതി കേട്ടു നോക്കണം. യുവർ ഓണർ. ജഡ്ജി പറയാണ്, അഡ്വക്കേറ്റ് രാംകുമാറിനെ വിളിക്കൂ. അഡ്വക്കേറ്റ് രാംകുമാർ. ലക്ഷ്മി അറിയാതെ അവരുടെ സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിലാക്കാനുള്ള ഫോർജറി ഡോക്യുമെൻ്റ് നിങ്ങൾ തയ്യാറാക്കിയോ? ഇത് സത്യമാണോ? രാംകുമാർ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.